വെൽക്കം ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ഡേ. കുഞ്ഞിൻ്റെ ചെവിയിൽ വാക്സ് ഉണ്ട് ഡോക്ടറെ, ഇത് ആരെങ്കിലും കാണിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാണ് ചില അച്ഛനമ്മമാർ കുട്ടികളെയും കൊണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വാക്സ് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ഇയർ കനാലിലുള്ള ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഇയർ കനാലിലുള്ള സെക്രീഷൻസാണ് ഈ വാക്സ് ആയിട്ട് ഇരിക്കുന്നത്. ശരിക്കും ഒരു ഫിൽറ്ററാണ്. കുഞ്ഞിൻ്റെ ചെവി വെള്ളം കയറാതിരിക്കാനോ ഇൻഫെക്ഷൻ വരാതിരിക്കാനോ ഇനി എന്തെങ്കിലും പുറത്തുനിന്നുള്ള പൊടിയോ മറ്റോ ഇയർ ഡ്രമ്മിൽ പറ്റാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഫിൽറ്ററാണ്. ശരിക്കും നേച്ചറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ ചെറുതായിട്ട് വാക്സ്. ചില കുട്ടികൾക്കത് കൂടുതൽ സെക്രീഷൻ ഉള്ളപ്പോഴാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. ശരിക്കും അത് വളരെ സോഫ്റ്റും അധികം കളറില്ലാത്തതുമാണ്. പക്ഷേ നമ്മൾ കുട്ടികൾ സംസാരിക്കുകയും ചവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ അത് പുറത്തേക്ക് വരും. എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് അത് കുറച്ച് ഹാർഡാകുകയും ഒരു ബ്രൗണോ അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ട് നമ്മൾ പുറത്ത് കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് വാക്സ് ഉള്ളത് നല്ലതാണെന്നാണ് വിചാരിക്കേണ്ടത്. ഒരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതേസമയം അതിനി കൂടുതൽ വാക്സ് ഉണ്ട്, നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്, കുഞ്ഞിന് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ വാക്സ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ കാണാറുള്ളൂ. തീരെ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ വാക്സ് കാര്യമായിട്ടെടുത്ത് ഡോക്ടറെ, അതായത് ENT ഡോക്ടറെയോ കാണിക്കേണ്ടത്? കുഞ്ഞിന് അതുകൊണ്ടൊരു ഇറിറ്റേഷൻ വരികയാണെങ്കിൽ, അതായത് മിക്കവാറും ചിലപ്പോൾ പ്രസ് ചെയ്തിരിക്കുമ്പോൾ പെയിൻ വരികയാണെങ്കിൽ അത് എടുത്ത് കളയേണ്ടതാണ്. പിന്നെ ചിലപ്പോൾ ഇത്തിരിയൂടെ വലിയ കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ ചെറിയ തലയ്ക്കൊരു വല്ലായ്മയോ ഒരു ഡിസിനസ് പോലെ തോന്നുകയാണെങ്കിൽ, പിന്നെ ചെവിയിൽ മൂളൽ പോലെ തോന്നുകയാണെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് അവർ പറയുകയാണെങ്കിൽ മാത്രം. അച്ഛനമ്മമാരായിട്ട് പേരൻസായിട്ട് ഒരിക്കലും തന്നെത്താൻ വാക്സ് എടുക്കാൻ ശ്രമിക്കരുത്. ഒരുപാട് കുട്ടികളെ നമ്മൾ അമ്മമാർ ഈ ചെവിയിൽ ബഡ് വെച്ച് ക്ലീൻ ചെയ്ത് കുഞ്ഞ് തല അനക്കുമ്പോൾ ഇയർ ഡ്രമ്മിൽ കൊണ്ട് ചെവിയിൽ നിന്ന് ചോര വന്ന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ അത്ര ഒരു ഓവർ എൻത്യൂസിയാസ്റ്റിക്കായിട്ട് വാക്സ് റിമൂവ് ചെയ്യാൻ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് ഈ തുണി, ചെറിയ നേരിയ തുണി ഒരു ചെറിയ തിരി പോലെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. വാക്സ് നമ്മൾ ഒരിക്കലും ബഡ് ഒരിക്കലും ചെവിയിൽ ഇടാൻ പാടില്ലെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ചെവിയുടെ ആ മടക്കുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ബഡ് ഉള്ളത്. ചെവിയുടെ ഉള്ളിൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഒരിക്കലും ഇടാൻ പാടില്ല. നമ്മൾ ബഡ് ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ തല പെട്ടെന്ന് അനക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ചോര വന്ന് ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. അത്രയും നമ്മൾ വളരെ ഇതായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കാര്യമായിട്ട് എടുക്കേണ്ട. കുറച്ച് വാക്സ് അവിടെ ഇരുന്നോട്ടെ, കുഞ്ഞിനത് ഗുണം ചെയ്യുകയേ ഉള്ളൂ. അപ്പോൾ ഇനി വാക്സിനെ പറ്റി യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.